എന്നെന്നും നിൻമടിയിലെ പൈതലാ. എണീക്കുമ്പോൾ ലേറ്റായി. രാവിലത്തെ ഫുഡ് ഉച്ചക്ക് കഴിക്കുന്നതിന് അന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞണ്ട് കറി പുട്ടെല്ലാം ഉണ്ടാക്കി. ഒന്നാമത് വയ്യായിരുന്നു എനിക്ക്, ഒന്ന് സ്ലിപ്പായിട്ട് കിച്ചണിൽ താഴെ വീണ്. അപ്പം അതിൻ്റെ നല്ല വേദന ഉണ്ടായിന്. ഭാഗ്യത്തിന് വേറെ ഒന്നും ആയിട്ടാ, ചെറുതായിട്ട് ഒന്ന് എന്താ പറയുന്നത് കൊണ്ടിന് അങ്ങനെ കുറച്ച് വേദന എല്ലാം ഉണ്ടായിന്. എന്തായാലും വീണതല്ലേ, ആ ഒരു വേദന ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ വേദനയും വെച്ചുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങി കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ മക്കളെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഫുഡാണ്. എന്താ പറഞ്ഞാൽ ഗോതമ്പ് പുട്ടും പിന്നെ ഞണ്ട് കറി. ഒരു പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറി ഞാൻ ഒരിക്കൽ കാണിച്ചിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ടിട്ട് അരച്ചിട്ടുണ്ടാക്കുന്ന അങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഇല്ലേ നമ്മളിവിടെ മീൻ കൊണ്ട് വെച്ചിട്ടുണ്ടായില്ല അന്ന് ഞാൻ കൊണ്ടുവന്ന്. ഞാൻ മാർക്കറ്റിൽ പോയി കാണിച്ചിട്ടേ നല്ല വീഡിയോയിൽ. അപ്പോൾ അതെല്ലാം മുളക് വരക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഇതില്ലേ ഞാൻ ലുലുന്ന് വാങ്ങിയ ബെഡ്ഷീറ്റാണ്. നല്ല ഉണ്ട്, 20 ദിർഹംസാണ് കൊടുത്ത. നല്ല കോട്ടൺ ബെഡ്ഷീറ്റ്, കിങ് സൈസ് നല്ല ഉണ്ടായിന്. അപ്പോൾ ഞാൻ വിരിച്ചിട്ടാകുമ്പോഴേക്ക് നിങ്ങൾ കാണിക്കണമെന്ന് തോന്നി, അത്ര തന്നെ, അല്ലാതെ വേറെ എന്തല്ല. അപ്പോൾ അതിലായിട്ട് രാത്രിയില്ലേ ഞാൻ ഇതിനൊന്നും പണിയെടുത്തിട്ടാ ഓരുണ്ടാക്കിയ മസാലനെ ഞാനിങ്ങനെ മീനിലേക്ക് തേച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഇതാക്കി കൊടുത്തിരുന്നു മാത്രം. ബാക്കിയെല്ലാം ഇക്കൻ്റെ അനിയനും മോനും എല്ലാം കൂടി ചെയ്തതാണ്. ചിക്കന് ഇതാക്കൽ നമ്മളെ എടി പോയിട്ടൊന്നുമല്ല, നമ്മളെ കിച്ചൻ്റെ സൈഡിൽ കുറച്ച് ചെറിയൊരു മുറ്റമുണ്ട്. നമ്മത് തുറക്കലേ ഉണ്ടായിട്ടാണ്. കുറേ സാധനമെല്ലാം വെച്ചിട്ട് അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സാധനമെല്ലാം ഇന്ന് എല്ലാം കാലിയാക്കിയിട്ടുണ്ട്. എന്നാലും നല്ലോണം ഇനിയും ക്ലീൻ ആക്കാനെല്ലാം ബാക്കിയുണ്ട്. എന്നാലും ചെറിയൊരു കുഞ്ഞു മുറ്റാണ്. അങ്ങനെ നമ്മൾ ചെറിയൊരു പ്ലാനിങ്ങിലെല്ലാം ഉണ്ട്. അവിടെ കുറേ ചെടിയെല്ലാം വെക്കാം. അപ്പോൾ മോന് പറഞ്ഞ് ഈ ചെടി വെക്കാമെന്ന്. ഞാൻ പറയും ചെടി വെക്കണ്ട, നമുക്ക് എന്താ പറയുന്ന പച്ചക്കറിയെല്ലാം ഉണ്ടാക്കാം, കൃഷിയൊന്നുമല്ല, ചട്ടിയിലേ വെക്കാൻ പറ്റും അവിടെ, അങ്ങനെയെല്ലാം വെക്കാമെന്നെല്ലാം പറയുന്നുണ്ട്. അതിന് അതായത് നല്ല രസമുണ്ടാവില്ല നമുക്ക്, അത് കാണാനും നല്ല തന്നെ. പിന്നെ ആവശ്യത്തിന് എന്തെങ്കിലും പിടിച്ചെങ്കിലായില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല ഞാൻ ചെയ്യില്ല. എന്താ പറയാ, ചെടി നടണോ, പച്ചമുളക് പിന്നെ തക്കാളിയെല്ലാം നട്ടെങ്കിലേ തക്കാളിയെല്ലാം കറക്കിടാലോ, അങ്ങനെയാക്കാലോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് മോനെന്നെ കളിയാക്കുന്നുണ്ടായിന്, ചെടി വെച്ചെങ്കിൽ നല്ല മണം ഉണ്ടാവില്ലേ, പൂവിൻ്റെ എല്ലാം മണം ഉണ്ടാവില്ലേ കിച്ചൻ്റെ സൈഡല്ലേ എന്നിട്ട്. അപ്പോൾ എനിക്കിങ്ങനെയെല്ലാം വെച്ചെങ്കിൽ നമുക്ക് കറക്കി എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞേ. അങ്ങനെ ചിക്കൻ ഫ്രൈയും ചിക്കൻ ഫ്രൈ അല്ല, ചിക്കൻ ഗ്രില്ല് ചെയ്തതും ഇതെല്ലാം ആക്കിന്. അതിൻ്റെ ഇടയിൽ നമുക്കില്ല TV വേറെ പുതിയത് കൊണ്ടുവന്ന് നിൽക്കാം. അങ്ങനെ അത് വെച്ചിട്ട് നോക്കുന്നുണ്ടായിന്. അങ്ങനെ നമ്മളെ എന്താ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ എല്ലാം ഇട്ടിട്ട് അതിൽ നോക്കി. അങ്ങനെ കുറച്ച് നേരം ഞാനും ഇക്കാവും ബാക്കി എല്ലാവരും അവിടെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓർക്ക് ഭയങ്കര കിച്ചണിൽ പണിയാണ്. ഇങ്ങനെ ഫിഷ് ഗ്രില്ല് ചെയ്യലും ചിക്കൻ ഗ്രില്ല് ചെയ്യലും അങ്ങനെ എല്ലായിട്ട് ഞാൻ ആ ഭാഗത്തെ നോക്കിയിട്ട്. പിന്നെ നമ്മളെ ചെറിയൊരു വീഡിയോ ഇല്ലേ, ഒരു രക്ഷയില്ല. നമ്മളെല്ലാം നമ്മളെ വീഡിയോയിലില്ലേ ചിലപ്പോഴേ നോക്കൂ. അപ്പോൾ അതും നോക്കി. കാരണം നമ്മളെ വീട്ടിൻ്റെ വീഡിയോ എല്ലാം നോക്കുമ്പോൾ അതൊരു നമുക്ക് കുറേ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുമല്ലോ അല്ലേ. അങ്ങനെ അതെല്ലാം നോക്കി. അപ്പോഴത്തേക്ക് കിച്ചണിലെ ടേബിൾ ഫുൾ റെഡിയാക്കിന്. ഒരു 2 ആൾ കൂടിയിട്ട്, ഇക്കാൻ്റെ അനിയനും മോനും എന്നും കൂടിയിട്ടാണ് എല്ലാം റെഡിയാക്കി വെച്ചത്. പിന്നെ നമുക്ക് ഇരുന്നിട്ട് തിന്നാൻ മാത്രമല്ലേ പണി ഉണ്ടായിരുന്നത്. ഒരാൾ ജിമ്മിന് പോയിട്ട് വന്നിട്ട് നിന്ന്, ഒരാൾ ജിമ്മിന് പോവാതെ തോന്നുന്നു. നീ ഉണ്ടായിട്ടാ. അങ്ങനെ ഇന്നലെ ഇല്ലേ ദുബായിക്ക് പോകാനുണ്ടായിരുന്നു രാത്രിയിൽ. പിന്നെ എന്തായാലും സുഖമില്ലെങ്കിലും ദുബായിലെല്ലാം പോയി, അതിനൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. വണ്ടിയിൽ ഇതിന് പോകുന്നില്ലേ, അങ്ങനെ പോയി. അതെന്ന് പറഞ്ഞാൽ എനിക്കെന്തായാലും പോകണമെന്നുണ്ടായിന്. ഞാനൊരു ഇത് സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇന്നലെ തരണം, സാറ്റർഡേ തരണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ പക്ഷേ കിട്ടിയിട്ടൊന്നുമില്ല. നമുക്ക് പോയിട്ട് വെറുതായി എന്ന് പറയാം. പക്ഷേ പോയത് മുതലായിന് പോയതിൽ. കാരണം എന്താ പറഞ്ഞാൽ നാഷണൽ ഡേ അല്ലേ നാളെ. അപ്പോൾ അതിൻ്റെ കുറേ ഒരുക്കങ്ങളല്ലേ നമ്മൾ കണ്ടിന്. അവിടെ പോകുന്ന വഴിയിലെല്ലാം നല്ല രസമുണ്ടായിന്. കുറേ ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ഒന്നാമത് വയ്യായിരുന്നു, നല്ല ഉറക്കം വരുന്നുണ്ടായിന്. എനിക്ക് വേദന കൊണ്ട് രാത്രിയെല്ലാം ഉറങ്ങാതെ ഉണ്ടായിന് ഞാൻ. അങ്ങനെ കുറച്ച് വീഡിയോയിൽ ഞാൻ എടുത്തിട്ട് നല്ല രസമുണ്ടായിന്. അങ്ങനെ ആടെല്ലാം നോക്കുമ്പോഴേക്ക് സുക്കിൻ്റെ അവിടെ നമുക്ക്
പാർക്കിങ്ങും കിട്ടി. എന്നിട്ട് നമ്മൾ അവിടെ കുറേ നേരം വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് അവിടെ എല്ലാം നോക്കി. അവിടെ കുറേ ഇതെല്ലാം ഇതാക്കുന്നില്ലേ, എന്താ പറയുന്ന നമ്മൾ കാസർഗോഡ് ഭാഷയിൽ ചമയ്ക്കലെന്നെല്ലാം അങ്ങനെയെല്ലാം ആക്കുന്നെല്ലാം ഉണ്ടായിന് അവിടെ. അപ്പം അതിൻ്റെ ഇടയിൽ ചായ എല്ലാം കുടിച്ച് ഒന്ന് സെറ്റായി. പിന്നെ മോനിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിന്, നൈലാക്കും നിഹാലിനെല്ലാം ഡ്രസ്സ് എടുക്കാനുണ്ടായിന്. അഷറില്ലേ നല്ല ഉറങ്ങീന്, വണ്ടിയിൽ കൂർക്കം വലിച്ചിട്ട് ഉറങ്ങുന്നുണ്ടായിന് ഓന്. അങ്ങനെ എന്താ പറഞ്ഞാൽ ഉറക്കൻ്റെ നല്ല ക്ഷീണമായി. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നിട്ട് പറയുന്നുണ്ടായിന് എൻ്റെ മുഖം ഉറങ്ങിയ പോലെ ഉണ്ടാവും മമ്മി, എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടില്ലേ കുറച്ച് നോക്കുമ്പോഴേക്ക് നമ്മളെ ഈ ചെമ്മു ചുപ്പയില്ലേ ഓരുണ്ടായിന് അവിടെ. അങ്ങനെ മോളും ഉണ്ടായിന്. ഓരെല്ലാം കണ്ട് നൈല ഒന്നിച്ച് നിന്നിട്ട് ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെയെല്ലാം നല്ല ക്യൂട്ടറിഞ്ഞ ഓളെ അതിൽ കാണുന്നത് പോലെ തന്നെ നല്ല മിണ്ടുന്ന് അങ്ങനെയെല്ലാം. അങ്ങനെ കുറേ നേരം ഓരോടും മിണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ മനാലിലെല്ലാം കയറിയിട്ട് വന്നിട്ടായിട്ട് നമുക്ക് പിന്നെ സൂക്കിലൊന്ന് കയറാനെല്ലാം ഉണ്ടായിന്. എന്തായാലും അവിടെ എല്ലാം പോയെങ്കിൽ ഒന്ന് നടന്നിട്ടും അങ്ങനെയെല്ലാം വരുമല്ലോ നമുക്ക്. ഞാൻ വീഡിയോ എടുത്ത് കാണിക്കും ഇങ്ങനെ നല്ലാക്കിയതല്ലോ. നമ്മുടെ ഇങ്ങ് പോകുമ്പോഴേക്കില്ലേ മക്കളെ കൊണ്ടുപോകുമ്പോൾ ഓരെ നോക്കാനാണ് വലിയ പണി. ചെറിയ മക്കളുണ്ട് ആൾക്കെല്ലാം അറിയാം. എൻ്റെ വലുതിനും ചെറുതിനായാലും എല്ലാം നോക്കണം, എനിക്ക് നല്ലോണം നോക്കിയേ നടക്കണം. അതിൻ്റെ ഇടയിൽ ഇടിയെല്ലാം ഉണ്ടാവും ചെയ്യും. പിന്നെ നമുക്ക് ഉപ്പാച്ചിയിൽ കയറിയിട്ടുണ്ടായിന്. നിഹാലിന് എപ്പോഴായെങ്കിലും അടുത്ത ഡ്രസ്സ് തന്നെ ഇപ്പോൾ നിർബന്ധമാണ്. അതുകൊണ്ട് അവിടുന്നൊരു ഡ്രസ്സെല്ലാം വാങ്ങി, നൈലാവും വാങ്ങി. പിന്നെ നൈലാക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോഡൽ ഡ്രസ്സെല്ലാം ഇഷ്ടം. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായില്ല അശ്വനു മോഡൽ ഡ്രസ്സെല്ലാം ഇട്ടുകൂടെയെന്ന്. അപ്പോൾ നമ്മൾ 10 വയസ്സ് വരെ മോഡൽ ഡ്രസ്സെല്ലാം എല്ലാം ഇട്ടിന്. പിന്നെ കഴിഞ്ഞിട്ടായിട്ട് ഇടിച്ചിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞാൽ മക്കൾ പ്രായത്തിനേക്കാളും വളർച്ച വന്നില്ല. അപ്പം എന്താ പറഞ്ഞാൽ പുറത്തെല്ലാം കൊണ്ടുപോകുമ്പോൾ അവർക്കും ക്ഷേമമാണ്, നമുക്കും നടത്തിക്കാനും ഒരു ക്ഷേമമാണ്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ നല്ല ചുരിദാർ ഗൗൺ അങ്ങനത്തെ എല്ലാം ഇടും. അല്ലാത്ത ഡ്രസ്സൊന്നും ഇടയില്ലാന്ന് മാത്രം. നൈല ഇപ്പോൾ ഇടുന്നുണ്ട്, കുഞ്ഞല്ലേ ഇട്ടോട്ട് എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഓളെന്നെ ഓക്ക് വേണ്ട ഡ്രസ്സെല്ലാം ഇല്ലേ. ഞാൻ മുമ്പെല്ലാം ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കും, പക്ഷേ ഇപ്പോൾ ഓളെന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ എന്ത് കൊടുത്തെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെടുകയില്ല, മമ്മിക്കൊന്നും അറിയുന്നില്ല അങ്ങനെ പറയും. പിന്നെ അമ്മ കുറേ നേരം അവിടെ ഇരുന്നിട്ട് കസിൻ്റെ അവിടെയെല്ലാം പോകണമെന്നുണ്ടായിന്. കസിനും ഫാമിലിയെല്ലാം ഉണ്ടാടാം. പിന്നെ ഇക്ക വണ്ടിയിൽ കിടന്ന് നല്ല ഉറക്കായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് വിളിക്കേണ്ടത്. അങ്ങനെ ഇരുന്നിട്ട് 2 മണിയായത് നമുക്ക് അറിഞ്ഞിട്ടേ ഇല്ല. നോക്കുമ്പോൾ പുറത്തെല്ലാം നല്ലവണ്ണം ഒരുക്കുന്നുണ്ട്. നാഷണൽ ഡേൻ്റെ പരിപാടിയൊന്നും ഇല്ല, എന്നാലും അതിൻ്റെ ഒരു ആഘോഷമല്ലേ, അങ്ങനെയെല്ലാം ഒരുക്കുന്നുണ്ട്. സൂക്കിൻ്റെ അവിടെല്ലാം അടുത്ത ഓരെണ്ണയില്ലേ അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഓരെല്ലാം കൂടിയിട്ട് അത് നല്ല രസമുണ്ടായി. നമ്മൾ ഈ നബിദിനത്തിന് മദ്രസയിലെല്ലാം ഇങ്ങനെയെല്ലാം തൂക്കുമല്ലോ, അങ്ങനെയെല്ലാം ആക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ രാത്രിയിൽ അവിടെ കുറേ നേരം നിന്നിട്ടാകുമ്പോൾ പോയില്ലേ, എന്താ പറയുക, നമ്മളെ ഭാഷയിൽ നല്ല പുൽസ് ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ നല്ല ഉണ്ടായിരുന്നു കുറേ നേരം. അങ്ങനെ കുറേ ലേറ്റായിട്ടാണ് ഞമ്മ പൊരക്ക് പിന്നെ വന്നിനത്. അങ്ങനെ മക്കളെല്ലാം കുറേ നടക്കാൻ പോയിട്ടും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ നിന്ന് ആടെ ഞമ്മ എത്തിയെങ്കിലേ കുറേ ആൾക്കാരെല്ലാം കാണുമല്ലോ, നമ്മളെ പരിചയമുള്ള ആളും ഫാമിലിയും അങ്ങനെയെല്ലാം. പിന്നെ അമ്മ വണ്ടിയിൽ തന്നെ കുറേ നേരം ഉണ്ടായിരുന്നു. ഒന്നാമത് എനിക്ക് നടക്കാൻ അധികം വയ്യായിരുന്നു, വീണേൻ്റെ വേദന എല്ലാം ഉണ്ടായിരുന്നു കുറച്ച്. പിന്നെ ഇക്ക നല്ല ഉറക്കില്ലായിരുന്നു വണ്ടിയിൽ. ഇക്ക പിന്നെ അങ്ങനെ അധികം നടക്കാനൊന്നും വരലില്ല, മക്കളൊന്നിച്ച് തന്നെ അങ്ങോട്ടെല്ലാം എന്നെ അയക്കും, ഇക്ക അധികം വരില്ല. അപ്പം അങ്ങനെ ഞാനിന്ന് വീഡിയോ ഇടണമെന്നേ വിചാരിച്ചിട്ടുണ്ടായിട്ടാ. പിന്നെ എന്താ പറഞ്ഞാൽ ഇടാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഒന്നാമത് എനിക്ക് വയ്യായിരുന്നു, എൻ്റെ സൗണ്ട് നല്ലോണം മാറ്റമുണ്ടാവും. എന്നാൽ അതിൻ്റെ ചെറിയൊരു പനിയും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. വീണേൻ്റെ വേദനയില്ലായിരിക്കും, അങ്ങനെ കുറച്ചൊരു അസ്വസ്ഥത എനിക്കുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ വിശേഷങ്ങളും എല്ലാം ആയിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ വരാം.